നമ്മൾ പോകുന്നത് കായലോ പുഴയോ കടലോ ഒന്നും കാണാനൊന്നുമല്ല. എങ്കിലും നമ്മൾ പോകുന്ന സ്ഥലം എത്തുന്നതിന് മുമ്പ് ഈ ഒരു സ്ഥലം കാണിക്കാതെ പോകുന്നത് ശരിയല്ല. അതുകൊണ്ടാണ്. ഇതാണ് അഴിമുഖം. കടലുണ്ടി പാലത്തിന് താഴെയുള്ള അഴിമുഖം. കായലും ബീച്ചും ഒന്നിക്കുന്ന ഒരു മനോഹര ദൃശ്യമാണ്. ഇതെല്ലാം കണ്ടിട്ട് വേണം നമ്മൾ അടിപൊളിയായിട്ട് ഒരു ഉച്ചയൂണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം ബാലേട്ടൻ്റെ കട. കൊതിയൂറും രുചിക്കൂട്ടിൽ മീൻ വിഭവങ്ങൾക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് ബാലേട്ടൻ്റെ കട. കടലുണ്ടിയിലെ ബാലേട്ടൻ്റെ കട വിനോദസഞ്ചാരികളെയും യാത്രക്കാരെയും ഒരുപോലെ ആകർഷിക്കുന്ന കടയാണ്. കടലുണ്ടി ബീച്ചിനോട് ചേർന്നാണ് ബാലേട്ടൻ്റെ കട. രാഷ്ട്രീയ നേതാക്കളും സിനിമാക്കാരുടെയും ഇഷ്ടസ്ഥലം കൂടിയാണ് ഈ ഒരു കട. അപ്പോൾ കുറച്ച് അധിക നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾക്കും കിട്ടി അവിടെ ഒരു ഇടം. അങ്ങനെ ബാലേട്ടൻ്റെ കടയിലേക്ക്, കേട്ടുകേൾവി മാത്രമുള്ള ബാലേട്ടൻ്റെ കടയിലേക്ക് രുചിക്കൂട്ടുകൾ രുചിച്ചറിയാൻ വേണ്ടി ഞങ്ങളും എത്തി. അപ്പോൾ ആദ്യം തന്നെ ഇലയിടുകയാണ്. നടുക്ക് ഒരു ഇലയാണ് ആദ്യം അവർ വിളമ്പുന്നത്. അത് നമ്മളത് ആരും തൊടാൻ പാടില്ല. അവിടെയാണ് നമുക്ക് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആളായ മീൻ വിഭവങ്ങൾ വിളമ്പുന്ന ഒരു സ്ഥലമാണ്. ആദ്യം തന്നെ തൊടുകറികളാണ്. ക്യാബേജ് തോരൻ, പാവയ്ക്ക അവിയൽ, ചമ്മന്തി, അല്ലാത്തൊരു തീയൽ, അവിയൽ, ഇങ്ങനെ നിറയെ വിഭവങ്ങളുണ്ട്. ഇവിടുത്തെ ചമ്മന്തി ഭയങ്കര ഫേമസ് ആണ്. ശരിക്കും സത്യമാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ് ഇവിടുത്തെ ചമ്മന്തി. ഈ വിഭവങ്ങളെല്ലാം വിളമ്പിയതിന് ശേഷം, അതും ഒരു തവണ മാത്രമല്ല, നമുക്കിടെ ആവശ്യമനുസരണം അവർ വിളമ്പുന്നുണ്ട്. അടുത്തതായി നല്ല ചൂടുള്ള ചോറ് ആ ഇലയിലോട്ട് ഇങ്ങനെ വിളമ്പിത്തരുന്നൊരു ദൃശ്യമാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. നല്ല ചൂടുള്ള ചോറാണ്. ആ ചോറിനകത്ത് ആ ചെറിയ തൊടുകറികളൊക്കെ കൂട്ടി കഴിക്കുമ്പം തന്നെ ഒരു അടിപൊളി ടേസ്റ്റാണ്. ഇത് നോക്കുക, അവിടെ എല്ലാ ആൾക്കാരും ആ ചോറിൻ്റെ പുകയെ ഇങ്ങനെ പൊങ്ങി പോകുന്നത് ആസ്വദിക്കുകയാണ്. ഒപ്പം ആദ്യം തന്നെ മീൻചാറാണ് വിളമ്പുന്നത്. വെറും മീൻചാറല്ല, ചെറിയ ചെമ്മീൻ്റെ മീൻചാറ്. പിന്നെ ചെറിയൊരു വാലാത്തൻ 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 പറയും. നല്ലതാണോ വാലാത്തൻ? ആ നൈസ് മുള്ളാണ്. ടേസ്റ്റാണ്. മസാല കഴിഞ്ഞില്ല. അടുത്തതായി പായസം, നല്ല ഒന്നാന്തരം സേമിയ പായസം. ഇതെല്ലാം വിളമ്പി കഴിക്കുന്നതിനിടയിൽ അഭിപ്രായം പറയാൻ വിട്ടുപോകുന്നുണ്ട്. കാര്യം അത്രയ്ക്ക് ടേസ്റ്റാണ്. ആ മീൻ എന്നൊക്കെ പറഞ്ഞാൽ ചെമ്പല്ലി, കരിമീൻ, അമൂർ, ഇതൊക്കെയാണ് അവിടുത്തെ മീനുകളായിട്ട് അവർ കൊണ്ടുവന്ന് വിളമ്പുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അതിൻ്റെ ആ കൂട്ട് ഒരു പ്രത്യേകതരം കൂട്ടാണ്. നല്ല മുരിഞ്ഞ നല്ല ഫ്രഷ് മീനിൻ്റെ ടേസ്റ്റ്. മീനൊക്കെ അങ്ങോട്ട് തിന്നിട്ടും ആ രുചി കാരണം നമ്മളറിയാതെ വീണ്ടും വാങ്ങുകയാണ്. അത്രയ്ക്ക് ടേസ്റ്റാണ്. പ്രത്യേകിച്ച് അതിൻ്റെ അരപ്പ്, അതാണ് അവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഇപ്പം ഞങ്ങൾക്ക് രണ്ടാമത് കിട്ടിയ അമൂറ് നല്ല മാംസമുള്ള മീനായിരുന്നു. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. ഇത്രയും കറികളും ആ ഫ്രഷ് മീനും ഒക്കെ അങ്ങോട്ട് കഴിക്കുമ്പം തന്നെ എന്താ ടേസ്റ്റ്! ചുമ്മാതല്ല, ഇത്രയും ആൾക്കാർ ഇത്രയും നേരം കാത്തു നിന്ന് ഈ ഒരു ഊണിന് വേണ്ടി വെയിറ്റ് ചെയ്തതെന്ന് ഈ കഴിച്ച് കഴിയുമ്പോഴാണ് ഞങ്ങൾക്കത് മനസ്സിലായത്. എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും ക്ഷമയോടെ ആ പുറത്ത് കാത്തു നിന്നത്. അത്രയ്ക്ക് ടേസ്റ്റ്. പിന്നെ ബാലേട്ടൻ ഓരോ ടേബിളിലും വന്ന് ഓരോരുത്തരോടും ഭക്ഷണത്തിനെക്കുറിച്ചും അതിൻ്റെ ടേസ്റ്റിനെക്കുറിച്ചും ഒക്കെ പുള്ളി സംസാരിക്കാനായിട്ട് സമയം കണ്ടെത്തുന്നുണ്ട്. ആ മനുഷ്യൻ്റെ ആ നിറഞ്ഞ മനസ്സോടെയുള്ള ഒരു സമീപനമാണ് ഒരുപക്ഷെ ഇവിടെ ഇത്രയും ആൾ കൂടാനുള്ള ഒരു കാരണം തന്നെ. പിന്നെ ഏറ്റവും അവസാനം നമുക്ക് ഒരു തൈര് വിളമ്പും. ചോറോ കറികളോ ഒക്കെ എത്ര വേണമെങ്കിലും നമുക്ക് തരും. പക്ഷേ നമ്മൾ വേസ്റ്റ് ആക്കാൻ പാടില്ല. അതവർക്ക് നിർബന്ധമാണ്. വേസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരുപക്ഷെ അവർ റേറ്റ് കൂടുതൽ വാങ്ങിയെന്നിരിക്കും. അങ്ങനെ അവസാനം ഞങ്ങളുടെ മീനിൻ്റെ ഗതി അങ്ങനെയായി. ഇലയൊക്കെ നീറ്റാക്കി നൂബിയെ വയറ് നിറച്ച് കഴിച്ചു എല്ലാവരും തന്നെ. അങ്ങനെ ഞങ്ങൾ ബില്ലിംഗ് സെക്ഷനിലോട്ട് വന്ന് പിന്നെ ബാലേട്ടനെയും കാത്തിരിക്കുകയാണ്. ബാലേട്ടൻ്റെ കുറച്ച് വാക്കുകൾ. ഇത് ബാലേട്ടനെ തേടിയെത്തിയ കുറേ പത്രക്കുറിപ്പുകളും പത്രവാർത്തകളും ഒക്കെയാണ്. വയറ് നിറഞ്ഞ് ഒപ്പം മനസ്സും നിറഞ്ഞ്. വെറുതെയല്ല, വില കൂടുതലാണെന്ന നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടും വീണ്ടും ആളുകൾ ഇവിടെ വന്ന് നിറയുന്നത്. എത്ര വർഷമായി കട തുടങ്ങിയിട്ട്? ഒരു 10-20 വർഷം കഴിഞ്ഞു.
വലിയ ഞണ്ടുണ്ടാവും, ചെമ്മി വലിയ ചെമ്മി നീളം ഓർത്ത് വരിക്കും, എന്നിട്ട് നീളത്തിൽ ഇങ്ങനെ വരിക്കണം. പിന്നെ ചെമ്പല്ലി മീനൊക്കെ തീർന്ന് 11 മണിക്ക് തുടങ്ങുകയെ വലിയ മീൻ ഒന്നായിട്ടാണ് മുടിച്ചത് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മീൻ മതി, എന്നാലും ബാക്കിയാവും. അടിപൊളിയാണ്.